ഉസ്മാൻ താരിഖ് 2026 T20 ക്രിക്കറ്റ് വേൾഡ് കപ്പിലെ ഏറ്റവും ചർച്ചയായ ക്രിക്കറ്റ് താരം. പാകിസ്ഥാന്റെ ഇന്ത്യക്കെതിരെയുള്ള വജ്രായുധം. നിങ്ങൾ ക്രിക്കറ്റ് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ക്രിക്കറ്റിലോട്ട് വരുമ്പം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വാശി നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഈ ഒരൊറ്റ കാരണം മതി ഉസ്മാൻ താരിഖ് എന്ന് പറഞ്ഞ ക്രിക്കറ്റ് നമുക്ക് വെറുക്കാൻ. ഈ ഉസ്മാൻ താരിഖ് ഇത്ര ഫേമസ് ആകാൻ കാരണം അവൻ്റെ ഒരു പ്രത്യേക ബോളിംഗ് സ്റ്റൈലാണ്. ചെറിയൊരു റണ്ണപ്പോടെ വന്ന് ഒരു 2 സെക്കൻഡ് പോസ് ചെയ്തിട്ട് അണ്ണം ബോൾ എറിയുള്ളൂ. അത് മാത്രമല്ല, നല്ലപോലെ വിക്കറ്റ് എടുക്കുകയും ചെയ്യും. നല്ല എക്കോണമിയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കാർക്കെല്ലാം ഒരു കാരണവും വേണ്ട ഇവനെ വെറുക്കാൻ. പക്ഷേ ഞാൻ ഈ പറയുന്ന കഥ കേട്ട് കഴിയുമ്പം മനസ്സിന് നന്മയുള്ളവനാണെങ്കിൽ ഉസ്മാൻ താരിഖിനോടൊരു ചെറിയ ഇഷ്ടമൊക്കെ തുടങ്ങും. കേട്ടു നോക്ക്. ചെറുപ്പത്തിലെ അച്ഛൻ മരിച്ച ഉസ്മാൻ പട്ടിണിയും കഷ്ടപ്പാടും കാരണം കൗമാരപ്രായം എത്തുന്നതിന് മുമ്പേ ദുബായ് പിടിക്കണമെന്നു. ദുബായിലെത്തിയ ഉസ്മാൻ ആണെങ്കിൽ ഒരു ഹോട്ടലിലെ ജോലി കിട്ടി. രാവിലെ മുതൽ വൈകുന്നേരം വരെ നിന്ന് പച്ചക്കറി അരിഞ്ഞ് നടുപൊട്ടി കരയുന്ന ഉസ്മാൻ്റെ സഹോദരൻ ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ അവിടെ ഒരു രക്ഷയില്ലാതെ ഉസ്മാൻ പാകിസ്ഥാനിലോട്ട് തിരിച്ചു വരുന്നു. ആ സമയത്താണ് അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ ഉസ്മാൻ്റെ സഹോദരൻ ജോലി ചെയ്യുന്നത്. എന്നാൽ അവിടെ ഒരു ജോലി കിട്ടുമെന്ന് ഓർത്തുകൊണ്ട് ഉസ്മാൻ അഫ്ഗാനിസ്ഥാനിലോട്ട് വന്നു. പക്ഷേ അവിടെ ആഴ്ചകളോളം അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടും ഒരു ജോലിയും കിട്ടിയില്ല. അത് മാത്രമല്ല, കാബൂളിലെ കൊടും തണുപ്പ് ഉസ്മാനെ ഒരു രോഗിയാക്കി മാറ്റുകയും ചെയ്തു. ഉസ്മാൻ തിരിച്ച് പാകിസ്ഥാനിലോട്ട് വരുന്നു. അവിടെ 3 കൊല്ലം പല ജോലികളായിട്ട് പട്ടിണിയും പരിവട്ടമായിട്ട് തള്ളി നീക്കുന്നു. അങ്ങനെ ഇരിക്കെ 2016 ഉസ്മാൻ 2ാം വട്ടം കൂടെ പ്രവാസി ജീവിതം തുടങ്ങി. തിരിച്ചു വന്ന ഉസ്മാനെ കാത്തിരുന്നത് 20 പേരടങ്ങുന്ന ലേബർ ക്യാമ്പിലെ നരകജീവിതം. കുറച്ച് നാളത്തെ കഷ്ടപ്പാടിന് ശേഷം ഉസ്മാൻ ഒരു ലോജിസ്റ്റിക്കൽ കമ്പനിയിൽ ജോലി കിട്ടുന്നു. അപ്പോഴാണ് ഉസ്മാൻ തൻ്റെ ക്രിക്കറ്റ് എന്ന് പറഞ്ഞ സ്വപ്നം പൊടിതട്ടിയെടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഇരിക്കെ 2016 ഒക്ടോബറിൽ പാകിസ്ഥാൻ പ്രീമിയർ ലീഗിൽ ഒരു ലീഗ് ദുബായിൽ ടാലന്റ് ഹണ്ടിന് വരുന്നു. അങ്ങനെ ആ ടാലന്റ് ഹണ്ടിൽ ഉസ്മാൻ താരിഖ് ബോൾ ചെയ്യുന്നു. ഉസ്മാൻ താരിഖിനെ ഇവർ ഇഷ്ടപ്പെടുന്നു. ഇവർ ഉസ്മാൻ താരിഖിന് പറയുന്നു, നിങ്ങൾ പാകിസ്ഥാനിലോട്ട് വരണം, ഞങ്ങളുടെ ലീഗ് കളിക്കണമെന്ന്. പക്ഷേ പട്ടിണിയും ദുരിതം എന്നാ നല്ലപോലെ അറിയാവുന്ന ഉസ്മാൻ ജോലി വിട്ട് പാകിസ്ഥാനിലോട്ട് തിരിച്ചു പോകാൻ മടിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2017 നമ്മുടെ ധോണിയുടെ സിനിമ ഇറങ്ങുന്നത്, MS ധോണി ദ അൺടോൾഡ് സ്റ്റോറി. ഇത് കണ്ട് ഉസ്മാൻ താരിഖ് സഹോദരനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ ജീവിതം ഞാൻ ഇതുപോലെ മാറ്റിമറിക്കുമെന്ന്. അങ്ങനെ ഉസ്മാൻ താരിഖ് പാകിസ്ഥാനിലോട്ട് തിരിച്ചു വരുന്നു. പാകിസ്ഥാനിൽ തിരിച്ചു വന്ന ഉസ്മാൻ താരിഖ് അവിടെ ഒരു ക്രിക്കറ്റ് അക്കാദമി ചേരുന്നു. ആ സമയത്ത് തന്നെ പാകിസ്ഥാനിലെ പല ലീഗിൽ നിന്നും ഉസ്മാൻ താരിഖിന് വെളി വരുന്നു. പതുക്കെ ഓരോ ലീഗുകൾ കളിക്കാൻ പോയി. പക്ഷേ ഈ ഓരോ ലീഗുകളും കളിക്കാൻ പോയിക്കൊണ്ടിരുന്നത് മൈലുകൾ നടന്ന് കഷ്ടപ്പെട്ട. ഇത് കണ്ട സഹോദരൻ കാശ് കൊടുത്ത് ഉസ്മാൻ താരിഖിന് ഒരു ബൈക്ക് മേടിച്ചു കൊടുത്തു. അവിടുന്നാണ് ഉസ്മാൻ താരിഖിന്റെ പട്ടിണിക്ക് ഒരു മാറ്റം വരുന്നത്. ആ സമയത്ത് തന്നെ ഉസ്മാൻ താരിഖിന്റെ ബോളിംഗ് സ്റ്റൈല് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. അങ്ങനെ ഇരിക്കെ അമേരിക്കയിൽ ഒരു ചെറിയ ക്ലബ്ബിൽ നിന്ന് കളിക്കാൻ വിളിക്കുന്നു. പിന്നെ കറാച്ചി ലീഗിൽ തെളിഞ്ഞു. പിന്നെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിൽ തെളിഞ്ഞു. അങ്ങനെയാണ് പാകിസ്ഥാൻ ഇന്റർനാഷണൽ ടീമിലോട്ട് കടന്നു വരുന്നത്. ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഉസ്മാൻ താരിഖിനോട് ഒരു ചെറിയ ഇഷ്ടമൊക്കെ തോന്നി തുടങ്ങിയില്ലേ? ഈ കഥ കേൾക്കുന്നതിന് മുമ്പ് എനിക്ക് എപ്പം ഉസ്മാൻ താരിഖ് ബോൾ ചെയ്താൽ വന്നാലും എല്ലാവരും ഇവനെ അടിച്ചു തൂക്കണം എന്നായിരുന്നു. പക്ഷേ ഇപ്പം ഉസ്മാൻ താരിഖ് ബോൾ ചെയ്യുമ്പം അവന് വിക്കറ്റ് കിട്ടണമെന്ന് എൻ്റെ ഒരു പ്രാർത്ഥന. മനുഷ്യനല്ലേ മക്കളെ, കഷ്ടപ്പാടും ദുരിതവും കേൾക്കുമ്പോൾ മനസ്സലിഞ്ഞു പോകും.